സ്നേഹം എന്നാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ വിശ്വസിക്കുന്നു. അയാൾ മെൻ്റൽ ഇൽനെസ് അനുഭവിച്ച് എന്നാൽ അയാൾ മെൻ്റൽ ഇൽനെസ് മറ്റുള്ളവർ അനുഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു നല്ല ട്രെയിനർ ആയിക്കൂടെ? അയാൾക്ക് മെന്റൽ ഇൽനെസ്സിനെ കുറിച്ച് പഠിപ്പിക്കാനേ പറ്റൂ. അദ്ദേഹം മെന്റൽ ഇൽനെസ്സിലേക്ക് പോയി മെന്റൽ ഇൽനെസ്സിൽ നിന്നും പുറത്തു വന്ന് അദ്ദേഹം മെന്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയ ശേഷമേ അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. നഷ്ടപ്പെട്ട ഒന്നിനെ പറ്റി പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് പഠിപ്പിക്കാം, അതിൽ നിന്നും നേടിയെടുക്കേണ്ട പോയിന്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 100% പാലിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ചെയ്യുന്നതേ ഞാൻ പറയൂ, അല്ലാത്ത ഒരു തിയറി ഞാൻ പറയില്ല. ഞാനൊരു കോഴ്സ് ഇറക്കി ഒരിക്കലും, ദാമ്പത്യ ജീവിതത്തിന്റെ കോഴ്സ്, സ്നേഹഭാഷ എന്ന ഇന്നും അത് ഓടുന്നുണ്ട് ഓൺലൈനിൽ. ആ കോഴ്സ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തു ഞാൻ. ദമ്പതികൾക്ക് ട്രെയിനിങ് കൊടുക്കണം, ഓൺലൈൻ കോഴ്സാണ്. ദമ്പതികളുടെ ഇടയിൽ സ്നേഹത്തിന്റെ മിസ്മാച്ച് ഉണ്ടാവും. ഒരാൾ സ്നേഹം എന്നാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ വിശ്വസിക്കുന്നു, മറ്റൊരാൾ സ്നേഹം എന്നാൽ ഇതാണെന്ന് പറഞ്ഞ് വേറെന്തോ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരേ പേരിൽ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. സ്നേഹത്തിന് പല തലങ്ങളില്ലേ. ഞാൻ ചിലപ്പോൾ സ്നേഹം കാണിക്കുക മസാല ദോശ വാങ്ങി തന്നിട്ടും സാരി വാങ്ങി തന്നിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അവൾ സ്നേഹം എന്ന് കരുതുന്നത് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ആയിരിക്കും. വ്യത്യസ്തമാവാലോ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ. ലവ് മിസ്മാച്ച് എന്ന് പറയുന്ന സാധനം ഒരു ദാമ്പത്യ ജീവിതത്തിൽ വന്നാൽ പണി പാടും. അത് മാച്ച് ചെയ്തെടുക്കാൻ നല്ല പണിയായിരിക്കും. കാരണം അത് DNA ഉള്ളതാണ്. അത് കഷ്ടപ്പെടും ഒരുപാട്. ഇതായിരുന്നു ആ കോഴ്സിലുണ്ടായിരുന്നത്. ഞാൻ തിയററ്റിക്കലി ഞാൻ അത് മുഴുവൻ പഠിച്ചു. നിങ്ങൾക്ക് എൻ്റെ വൈഫിനോട് വേണമെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിത് പബ്ലിക്കിനെ പഠിപ്പിക്കാൻ ഭയമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ മിനിമം 6 മാസത്തേക്ക് പ്രാക്ടീസ് ചെയ്തു. രണ്ടുപേരുടെയും സ്നേഹങ്ങളുടെ തലങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, സ്നേഹഭാഷ എന്താണെന്നറിയാം, അതെന്താണെന്നറിയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി. അതിനുശേഷമാണ് ഞാനത് പബ്ലിക്കിനെ പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതെ അത് പറയുമ്പോൾ അത് പറയുവാൻ നല്ല സങ്കോചമുണ്ട് എനിക്ക്. നമ്മൾ സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വേട്ടയാടുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ, അന്ന് ഒരു പുരുഷന്റെ ഒരു ആവറേജ് ലൈഫ് എന്തായിരിക്കും എന്നറിയോ? ലക്ഷക്കണക്കിന് വർഷം നമ്മളത് ഫോളോ ചെയ്തിട്ടുണ്ടാവും. അന്നത്തെ ഒരു പുരുഷന്റെ ആവറേജ് ലൈഫ് എന്തായിരിക്കും എന്നറിയോ? രാവിലെ ആയ ആവനാഴിയിൽ മുഴുവൻ അമ്പം നിറച്ചിട്ട് ഒരു അമ്പും വില്ലും പിടിക്കുക, ഒരു പാറയുടെ സൈഡിലോ ഒരു പാറപ്പുറത്തോ ഒരു മരത്തിന്റെ മുകളിലോ ഉണ്ടാതിരിക്കുക. അവർ ചിലപ്പോൾ 10 ആളുണ്ടാവും അടുത്തടുത്ത്, പക്ഷെ ഉണ്ടാതിരിക്കുക. എന്തിനു വേണ്ടിയാ? മൃഗങ്ങൾ വന്ന് അമ്പ ചെയ്ത് വീഴ്ത്താൻ. അപ്പോൾ അവരുടെ മൈൻഡിൻ്റെയും ഫോക്കസിൻ്റെയും അവരുടെ ക്ഷമയുടെയും മറ്റും തലങ്ങൾ വേറെ തലത്തിൽ ഡെവലപ്പായി. ഇതേ സമയം ഈ പിടിച്ച മൃഗങ്ങളെ ഗുഹയിൽ കൊണ്ട കൊടുക്കും ഭാര്യമാർക്ക്. അവരതിനെ ചുട്ടെടുത്ത് വൃത്തിയാക്കി എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനൊക്കെ ആക്കുന്ന, അവിടെ ഒരു ഉത്സവ അന്തരീക്ഷമായിരിക്കും, ഫെസ്റ്റിവൽ മൂഡായിരിക്കും ചിലപ്പോൾ അവിടെ. അതിൽ വളർന്ന സ്ത്രീകളും വേട്ടയാടാൻ നടക്കുന്ന പുരുഷന്മാരും തമ്മിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവില്ല. ഇവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റഡിയാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ബീങ് മുൻപത്തെ നരവംശാസ്ത്രത്തിലേക്ക് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. വളരെ മുൻപത്തെ മനുഷ്യരുടെ പെണ്ണിൻ്റെയും ആണിൻ്റെയും ജീവിതം എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഏകദേശം ഒരുപോലെ ആക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.